അഗ്നി എങ്ങനെയുള്ള ആളാണെന്ന് ആരുവിന് മനസ്സിലായില്ല. ചില നിമിഷങ്ങളിൽ അവൻ ദേഷ്യപ്പെടും, ചിലപ്പോൾ വളരെ സൗമ്യമായി സംസാരിക്കും. അഗ്നി ആരുവിനൊരു കടങ്കഥയായി മാറാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അഗ്നി തന്നെ വിവാഹം കഴിച്ചത് വേദനിപ്പിക്കാനും അവളെ ബുദ്ധിമുട്ടിപ്പിക്കാനും തൻ്റെ പ്രശസ്തി മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടി മാത്രമാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ആരു ഇപ്പോഴും ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അത് മാറ്റാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അത് മാറ്റിയ ആ ചെകുത്താൻ എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു അവളുടെ ഉള്ളിലെ പേടി. അഗ്നി എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്നവൾക്ക് തോന്നി. അതുകൊണ്ടാണ് അവൾ ഡ്രസ്സ് മാറ്റാതിരിക്കുന്നത്. ചെക്കന് നല്ല പേടിയുണ്ട് പെണ്ണിന്. പക്ഷേ അഗ്നി വന്നില്ല. ആരും 1 മണിക്കൂറോളം കാത്തിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. വസ്ത്രം മാറിയ ശേഷം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ആരു പുറത്തിറങ്ങിയ ഉടനെ ഹാളിൽ ചിലർ ഇരിക്കുന്നത് കണ്ടത് അവൾ സ്വയം കലിപ്പൻ പറഞ്ഞോർത്തു. ഞാനും ജോലിക്കാരുമല്ലാതെ വീട്ടിൽ മറ്റാരും ഉണ്ടാവില്ല. അതുപോലെ കിച്ചു പറയുന്നതനുസരിച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. അതും പറഞ്ഞാണ് കാലൻ ഓഫീസിലേക്ക് പോയിരിക്കുന്നത്. പിന്നെ ആരാണ് ഇവിടെ ഇരിക്കുന്നത്? ആരും അത് ഓർത്ത് ഒരൽപ്പം മുന്നോട്ട് വന്നു. വാതിൽക്കൽ ഒന്ന് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. വീട്ടിലെ എല്ലാ ജോലിക്കാരും സോഫയിൽ നിന്ന് ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യുന്നത് അവൾ കണ്ടു. ചിലരൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കിടക്കുന്നു. ചിലരുടെ കയ്യിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളുമുണ്ട്. വീട്ടിലെ കുറഞ്ഞ 7 ജോലിക്കാരെങ്കിലും ഉണ്ടായിരുന്നു. അവരിൽ ആരും സ്ത്രീകളല്ല. അതുകൊണ്ടാണ് ആരും അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നത്. കിച്ചു ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ ആരും അവനെ അന്വേഷിച്ച് അപ്പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് കിച്ചു പടികൾ ഇറങ്ങി വരുന്നത് കണ്ടത്. അത് കണ്ട് പുഞ്ചിരിയോടെ ആരു അവൻ്റെ അടുത്തേക്ക് നീങ്ങി. ആരുവിനെ കണ്ട കിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ ചേച്ചി? ഞാൻ നിങ്ങളുടെ മുറിയിലേക്ക് വരുമായിരുന്നു. എന്തിനു ചേച്ചി പുറത്തേക്ക് വന്നത്? എന്നാൽ കിച്ചുവിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ആരു തിരിച്ച് അവനോട് ചോദിച്ചു, എന്താ വീട്ടിലെ എല്ലാ ജോലിക്കാരും ഇങ്ങനെ ഇരിക്കുന്നത്? കിച്ചു ഒരു ദീർഘനിശ്വാസമെടുത്ത് പറഞ്ഞു, ഈ ജോലിക്കാരങ്ങനെയാണ്. സാറ് പോയ ഉടനെ അവർ വീട് അവരുടേതാണെന്ന് കണക്കാക്കാൻ തുടങ്ങും. ആരു മുകളിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, പിന്നെ അവിടെ എന്താണ് അവിടെ? സാറിൻ്റെ മുത്തച്ഛൻ അവിടെയുണ്ട് ചേച്ചി, കിച്ചു അവളോട് പറഞ്ഞു. അദ്ദേഹത്തിന് അസുഖമായി കിടപ്പിലാണ്. അദ്ദേഹത്തിന് നടക്കാനും കഴിയില്ല, സംസാരിക്കാനും കഴിയില്ല. കാണാനും കേൾക്കാനും മാത്രമേ കഴിയൂ. കിച്ചുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആരു വേഗത്തിൽ പടികൾ കയറി. ശരി, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് വരാം. അതും പറഞ്ഞാണ് അവൾ കയറുന്നത്. കിച്ചു ആരുവിനെ തടയാൻ ശ്രമിച്ചു. പക്ഷെ ആരു അപ്പോഴേക്കും പകുതി പടികൾ കയറിയിരുന്നു. അതിനാൽ കിച്ചു പിന്നെ ഒന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി. ആരു മുകളിലേക്ക് വന്നു ആദ്യത്തെ മുറിയിലേക്ക് പോയി. പക്ഷെ അവൾ അകത്തേക്ക് വന്നപ്പോൾ അവിടെ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തി. അതൊരു ലൈബ്രറി പോലെ അവൾക്ക് തോന്നി. അത് കണ്ട ആരുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൾ സ്വയം പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി. എനിക്ക് വായിക്കാൻ ബുക്ക് എടുക്കാലോ. അങ്ങനെയെങ്കിലും സമയം പോകുമല്ലോ. അവളിൽ സന്തോഷം നിറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അവൾക്ക് കലിപ്പൻ്റെ മുഖം ഓർമ്മ വന്നു. ആരു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം എനിക്ക് ആ ചെകുത്താൻ്റെ മുത്തച്ഛനെ ഒന്ന് കാണണം. അതും ഓർത്ത് അവൾ 2ാമത്തെ മുറിയിലേക്ക് പോയി. അവിടെ അവൾ എത്തിയ ഉടനെ റൂമാകെ ഒന്ന് വീക്ഷിച്ചു. അപ്പോഴാണ് മുന്നിലെ കട്ടിൽ ഉറങ്ങുന്ന ആളെ കണ്ടത്. അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. ആരു വാതിൽ നിന്ന് അല്പം അകലെ നിൽക്കുകയാണ്. അവൾ ഒരു പടി മുന്നോട്ട് മാറിപ്പം വാതിൽ പിടിച്ചു നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ആ നിമിഷം തന്നെ അവൾ വിറയ്ക്കാനും തുടങ്ങി. പക്ഷെ അപ്പോഴും അവളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആരു സ്വയം നിയന്ത്രിച്ച് കണ്ണുനീർ തുടച്ച് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് കിച്ചു പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ചേച്ചി അവിടെ നിൽക്ക്. ആരു പെട്ടെന്ന് കിച്ചുവിൻ്റെ ശബ്ദം കേട്ട് അവിടെ നിന്നു. കിച്ചു മുന്നോട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം സാറിന് അവരുടെ അടുത്തേക്ക് ആരും പോകുന്നത് ഇഷ്ടമല്ല. അതിന് സമ്മതിക്കാറുമില്ല. ചേച്ചി, നിങ്ങൾ മുകളിലേക്ക് വരരുതെന്ന് സാറ് കർശനമായി വിലക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ചേച്ചി വാ. സാറിൻ്റെ ദേഷ്യവും സ്വഭാവം അറിയാലോ. പ്ലീസ് ചേച്ചി. കിച്ചു ആരുവിനെ നോക്കി ദയനീയമായി പറഞ്ഞു. കിച്ചുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആരുവിന് ദേഷ്യം വന്നു, അപമാനവും തോന്നി. പക്ഷേ അവൾ അഗ്നിയുടെ ദേഷ്യമോ അവനെന്നെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വിലക്കിയതോ ഒന്നും ശ്രദ്ധിക്കാതെ അവൾ മുന്നോട്ട് നീങ്ങി. മുറിയിൽ ഒരു അലാറം മുഴങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ 3-4 ചുവടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും ആരുവിൻ്റെ ചുവടുകൾ വീണ്ടും നിന്നു. എന്നിട്ട് ചുറ്റുമൊന്ന് നോക്കി.
അതിനുശേഷം അത് മൈൻഡ് ചെയ്യാതെ ആരോ കട്ടിലുറങ്ങുന്ന മുത്തച്ഛൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. ഇതേ സമയം വീട്ടിലെ എല്ലാ ജോലിക്കാരും ആ റൂമിന് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ആ അലാറം കേട്ട് വന്നതാണവർ. അവർക്കും ആ റൂമിലേക്ക് കയറാനുള്ള അനുവാദം കലിപ്പൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുവാണ്. ആരുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുവാണ് മുത്തശ്ശൻ. പക്ഷേ ഒന്നും പറയുന്നില്ല. ആരു മുത്തശ്ശൻ്റെ കൈകൾ പിടിച്ച് കണ്ണുനീർ പൊടിച്ചുകൊണ്ടിരുന്നു. സംസാരിക്കാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. അതിനാൽ അവൾ നിശബ്ദമായി കരഞ്ഞോണ്ടിരുന്നു. മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കുന്തോറും അവളിൽ വല്ലാത്തൊരു തരം വേദന വന്നു മൂടുന്നതറിഞ്ഞു അവൾ. കുറേ സമയം അങ്ങനെ തന്നെ ഇരുന്നു. ആ സമയത്താണ് അഗ്നി അവിടെ എത്തിയത്. അപ്പോഴേക്കും ആരു സംസാരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. അഗ്നി ആരുവിൻ്റെ തൊട്ട് പിന്നിൽ നിന്നുകൊണ്ട് ദേഷ്യത്തോടെ അവളെ നോക്കുകയാണ്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. കഴുത്തിലെ ഞരമ്പ് പിടച്ചു നിൽക്കുന്നതും കണ്ണുകൾ രണ്ടും ചെകുത്താനെ പോലെ ചുവന്നു നിൽക്കുന്നതും മുഖമെല്ലാം ചുവന്ന് തക്കാളി പോലെ ഇരിക്കുന്നതും കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കുവാണ് ചെക്കൻ അവളുടെ മുന്നിൽ നിൽക്കുന്നത്. ആരും ഇതൊന്നും അറിയാതെ പതുക്കെ അവൾ വിളിച്ചു, മുത്തച്ഛ. ഡി പൊന്ന മോളെ, ആരുടെ സമ്മതത്തിലാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ആരു മുത്തശ്ശനെ വിളിച്ചതും അഗ്നിയുടെ അലറലും ഒരുമിച്ചായിരുന്നു. അഗ്നി നിന്ന് വിറയ്ക്കുവാണ്. അവൻ്റെ ദേഷ്യം അവന് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. പെട്ടെന്ന് അഗ്നിയുടെ ശബ്ദം കേട്ടപ്പോൾ ആരോന്ന് ഞെട്ടിപ്പോയി. അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ വിറയ്ക്കുന്ന കൈകളോടെ മുത്തച്ഛൻ്റെ കൈവിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അഗ്നി അപ്പോഴും ഓരോ വാക്ക് കൊണ്ട് അവളെ വേദനിപ്പിച്ചു. നീ എന്ത് ധൈര്യത്തിലാടി പുല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? ആരോ തലകുനിച്ച് കൈകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ചു. അവളിൽ പേടി നിറഞ്ഞു. ആ നിമിഷം തന്നെ അഗ്നിയുടെ കൈ അവളുടെ കയ്യിൽ പിടിമുറുക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ മറ്റെവിടെയും കാണരുത്, എന്നിലായിരിക്കണമെന്ന്. അവൻ്റെ ദേഷ്യം നിറഞ്ഞ സംസാരം അവളിൽ ഭയം നിറച്ചു. എങ്കിലും ആരിപ്പോഴും തല ഉയർത്തിയില്ല. അത് കണ്ടതും അഗ്നിയുടെ കൈ അവളുടെ കയ്യിൽ കൂടുതൽ ശക്തിയിൽ പിടിച്ചു. അവളുടെ കൈയിനെ പിടിച്ചു ഞെരിച്ചു എന്ന് വേണം പറയാൻ. എന്നിട്ട് അവനിലേക്ക് അവളെ ചേർത്ത് നിർത്തി. അഗ്നിയുടെ കയ്യിലെ മുറുക്കം കൂടിയതും ആരോന് വേദന അനുഭവപ്പെട്ടു. അവൾ കടിച്ചു പിടിച്ച് വേദന സഹിച്ചു നിന്നു. അഗ്നി അവനിലേക്ക് ചേർത്ത് നിർത്തി വീണ്ടും ചോദിച്ചു, നീ എന്തിനാടി ഇവിടെ വന്നത്? ആരെയും ഞാൻ ഈ മുറിയിലേക്ക് വരാൻ അനുവദിക്കാറില്ല എന്ന് കിച്ചു പറഞ്ഞു തന്നിട്ടില്ലേ നിന്നോട്? എന്നിട്ടും എന്ത് ധൈര്യത്തിലാ എൻ്റെ വാക്കിനെ ധിക്കരിച്ച് നീ ഇങ്ങോട്ടേക്ക് വന്നത്? അവൻ നിന്ന് വിറയ്ക്കുവാണ്. അതിനനുസരിച്ച് അവൻ്റെ കൈയിൻ്റെ മുറുക്കം കൂടിക്കൊണ്ടിരുന്നു. അപ്പോഴും ആരും അവനെ നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുവാണ്. അത് കാണും തോറും അവനിലെ ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. അവൻ്റെ കൈ ആ നിമിഷം ഇടുപ്പിൽ അമർന്നതും ആരും ഒന്ന് പൊള്ളിപ്പിടഞ്ഞു. അഗ്നി ദേഷ്യം തീർക്കാൻ വേണ്ടി അവളെ വീണ്ടും വേദനിപ്പിക്കാൻ പിടിച്ചതാണ്. അഗ്നിയുടെ കൈ അവളുടെ ഇടുപ്പിലൂടെ വീണ്ടും അമർന്നു. അവളുടെ പതുപതുത്ത ശരീരം അവനെ വേറെ ഏതോ ലോകത്തെത്തിച്ചു. അവളിൽ നിന്ന് അവൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. അവളുടെ ശരീരം തന്നിൽ അമരുമ്പോൾ തനിക്ക് വേറെന്തോ വികാരം മനസ്സിൽ മുളപൊട്ടുന്നത് അവൻ അറിയുന്നുണ്ട്. പക്ഷേ അതെല്ലാം പിടിച്ചു നിൽക്കുവാണവൻ. അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണിനെ കൊരുത്തു വലിച്ചു. എന്തോ ഒന്ന് അവളിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എങ്കിലും മറ്റെന്തോ ഒന്ന് അവളിൽ നിന്ന് പിൻവലിപ്പിക്കുന്നുണ്ട്. അഗ്നി ആരുവിനെ വലിച്ച് പുറത്തേക്ക് തള്ളിയിരുന്നു. കാരണം ഇനിയും അവളെ പിടിച്ചു നിന്ന അവൻ വേറെന്തെങ്കിലും ചെയ്തു പോകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. ആരുവിൻ്റെ കണ്ണുകളിൽ നിന്ന് ഇപ്പോഴും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. മങ്ങിയ കണ്ണുകളോടെ അവൾ മുത്തച്ഛനെ നോക്കി അവിടെ നിന്നും പോയി. അവൾക്ക് വേദന തോന്നി. തൻ്റെ നിസ്സഹായ അവസ്ഥ അവൻ മുതലെടുക്കുവാണെന്ന് തോന്നി. അവൻ്റെ മുന്നിൽ തനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദനയും തോന്നി. അവൾ വേഗം താഴേക്ക് പോയി. അഗ്നി വേഗം വന്ന് മുത്തച്ഛൻ്റെ അടുത്തിരുന്നു. അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, ക്ഷമിക്കണം മുത്തച്ഛ, ഇനി മുതൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അവൾ എൻ്റെ സമ്മതമില്ലാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി ഇങ്ങനെ സംഭവിക്കില്ല. അത് ഞാൻ മുത്തശ്ശന് തരുന്ന വാക്കാണ്. അത് പറഞ്ഞ് അഗ്നി അവിടെ നിന്ന് പോയിരുന്നു. അഗ്നി പോയപ്പോൾ കട്ടിലുറങ്ങുന്ന അയാൾ സ്വയം പറഞ്ഞു, എന്തൊരു പരീക്ഷണമാണ് നിങ്ങൾ തരുന്നത് ദൈവമേ. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എഴുന്നേൽക്കാൻ കഴിയില്ല, കരയാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ അഗ്നിദേവിനു മുമ്പ് ഒരു പ്രശസ്ത ബിസിനസ്സുകാരനായിരുന്നു. ഇന്ന് ഞാൻ ഈ അവസ്ഥയിലായി കിടക്കുന്നത് ഞാൻ ആരോടും മോശമായൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എനിക്ക് ഈ ഒരവസ്ഥ തന്നത്?
എൻ്റെ അടുത്തേക്ക് ആരു വരുന്നതും എന്നെ അലട്ടുന്നില്ലെന്ന് പറയാൻ പോലും കഴിയാത്ത വല്ലാത്തൊരവസ്ഥ. ഈ ഒരു ശിക്ഷ നൽകിയത് എന്തിനാ? എനിക്കത് ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ കലിപ്പൻ ചെറുമകൻ. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് അവൻ്റെ വിചാരം. ആരും വരുന്നതും സംസാരിക്കുന്നതും എനിക്കിഷ്ടമില്ല എന്നും എനിക്ക് വിഷമമുള്ള കാര്യമാണെന്നാണ് ആ പൊട്ടൻ്റെ മനസ്സിൽ. അവനറിയില്ലല്ലോ ഇങ്ങനെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ വേദനയാണെന്ന്. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനത് മനസ്സിലാകും, ഒറ്റപ്പെടലിൻ്റെ വേദന. ഫോണോ ആളോ ഇല്ലാതെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കുറച്ച് സമയം ചിലവഴിക്കേണ്ടി വന്ന അപ്പോൾ അത് എങ്ങനെയായിരിക്കും? ഒരു പ്രയോജനമില്ലാത്ത വ്യക്തി. മുത്തശ്ശൻ വേദനയോടെ ഓർത്തുപോയി. തൻ്റെ വേദന അവന് മനസ്സിലാവുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ മനസ്സിൽ കരഞ്ഞുപോയിരുന്നു മുത്തശ്ശൻ. ആരും അവളുടെ മുറിയിലേക്ക് വന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. കിച്ചുവും അവളുടെ അടുത്ത് നിന്നുകൊണ്ട് അവളുടെ കരച്ചിലിൻ്റെ കാരണമറിയാൻ ശ്രമിച്ചു. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കാരണം അഗ്നി ഇപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് അവനറിയാമായിരുന്നു. അഗ്നിയുടെ ഓരോ ചുവടും തീരുമാനവും കിച്ചുവിനറിയാമായിരുന്നു. അതിനാൽ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. അഗ്നി ആരുവിൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ അവൾ നിലത്തുനിന്ന് കട്ടിൽ തലവെച്ച് കിടക്കുവാണ്. അവളുടെ മുഖം മറുവശത്തായിരുന്നു. അതിനാൽ അഗ്നിക്ക് അവളുടെ കരച്ചിൽ കാണാൻ കഴിഞ്ഞില്ല. അഗ്നി ആരുവിൻ്റെ അടുത്തേക്ക് വന്ന് തൻ്റെ 2 കൈകളും പോക്കറ്റിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, "ടീ." അവളെ നോക്കി ഒരലറായിരുന്നു. "നിന്നോട് കിച്ചു അവിടെ പോകരുതെന്ന് പറഞ്ഞതല്ലടി മോളെ. എന്നിട്ടും നീ എന്തിനാണ് അവിടെ പോയത്? നീ എന്തിനാടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയത്? നീ എന്തെങ്കിലും ദുരുദ്ദേശത്തോടെയാണോ പൊന്ന മോളെ പോയത്? എൻ്റെ ഭാര്യയായി എൻ്റെ വീട്ടിലേക്ക് വന്നതും അങ്ങനെയാണോ? നീ വീണ്ടും എൻ്റെ മുത്തശ്ശനെ വേദനിപ്പിക്കാൻ വന്നതാണോ? പറയടി പൊന്ന മോളെ." അവൻ ദേഷ്യത്തോടെ അവളോട് അലറിക്കൊണ്ടിരുന്നു. എന്നാൽ ആരും അഗ്നിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുവാണ്. അഗ്നിയുടെ ശബ്ദം അവളുടെ കാതുകളിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ശരീരത്തിൻ്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടതുപോലെ അവൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അഗ്നിയുടെ കൈപ്പേറിയ വാക്കുകൾ കേട്ട് അവൾ ഒരുപാട് കരയാൻ ആഗ്രഹിച്ചു. താൻ ഇത്തരത്തിലൊന്നും ചെയ്യാൻ വന്നതല്ല, പകരം അവനെ സഹായിക്കാൻ വന്നതെന്ന് പറയാൻ അവൾ ആഗ്രഹിച്ചു. അഗ്നി തന്നെക്കുറിച്ച് പറഞ്ഞതുപോലെയുള്ളൊരു പെണ്ണല്ല എന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ അവനോട് മറുപടി പറയാൻ അവൾക്ക് വേണ്ടത്ര ശക്തിയില്ലായിരുന്നു. കൂടാതെ അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം അവളിൽ പേടി നിറച്ചു. ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവനിലെ ദേഷ്യം ഇരട്ടിച്ചുകൊണ്ടിരുന്നു. അവൻ അതേ ദേഷ്യത്തോടെ അവളുടെ തോളിൽ കൈവച്ചതും ആ നിമിഷം തന്നെ ആരും അവൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു. അഗ്നി പരിഭ്രമത്തോടെ അവളെ പിടിച്ച് അവൻ്റെ മടിയിൽ കിടത്തി. ആരുവിൻ്റെ കണ്ണുകൾ ചെറുതായി അടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല. അഗ്നി അവളെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലിൽ കിടത്തി. അതിനുശേഷം ഫോണെടുത്ത് പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയുകയും ചെയ്തു. ഡോക്ടർ വരുന്നതുവരെ ആരുവിൻ്റെ അടുത്ത് അഗ്നി നിന്നു. അവളെ നിരീക്ഷിച്ച് അവളെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, "ഇത്രയും നിഷ്കളങ്കമായ മുഖമുള്ള നിനക്കെങ്ങനെ ക്രൂരയാവാൻ കഴിയുന്നത്? നീ എത്ര വഞ്ചകിയാണെന്ന് എനിക്കറിയാം. നിന്റെ ഇപ്പോഴത്തെ നിഷ്കളങ്കതയെല്ലാം അഭിനയമാണെന്നും എനിക്കറിയാടി. എന്നിട്ടും ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്നോ? നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ്. നീ എത്രത്തോളം ക്രൂരയാണ് എന്ന് എനിക്കറിയണം." അഗ്നി അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അതും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഡോക്ടർ വന്നത്. "അഗ്നി, എന്താണ് കാര്യം? വിവാഹത്തിൻ്റെ 2ാം ദിവസം നീ ഭാര്യയെ രോഗിയാക്കിയോടാ കാല." ഡോക്ടർ അഗ്നിയുടെ സുഹൃത്തായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത്. അഗ്നി അവനെ തുറിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, "നീ നിന്റെ ജോലി ചെയ്താൽ മതി, അധികം സംസാരിക്കേണ്ട പൊന്ന മോനെ, കേട്ടോടാ." അത് കേട്ട് ഡോക്ടർ ഇരുചെവിയിലും കൈയിട്ട് തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, "എന്താടാ കലിപ്പ? ഞാനൊരു ഡോക്ടറാണെന്ന് പോലും നോക്കാതെയാണോ ഇങ്ങനെ തെറി പറയുന്നത്?" ഇളിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. "അതെ, നീ എന്നെ ചൊറിഞ്ഞു വാങ്ങിയതല്ലേ, മോൻ സഹിച്ചോ?" അഗ്നി അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. "നീ ഒരു കാലത്തു നന്നാവില്ല എന്ന് തീരുമാനിച്ചതല്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിന്റെ ഭാര്യയെ നോക്കട്ടെ." "ആ, അതാവും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടേ പോകത്തുള്ളൂ." അഗ്നി കള്ള ഗൗരവത്തിൽ പറഞ്ഞു. "എൻ്റെ പൊന്നു, എനിക്ക് വേണ്ടേ." അത് പറഞ്ഞ് ഡോക്ടർ ആരുവിനെ പരിശോധിക്കാൻ തുടങ്ങി. ആരുവിൻ്റെ നെറ്റിയിൽ കൈവച്ചതും നല്ല ചൂടനുഭവപ്പെട്ടു.
അതുകൊണ്ട് തന്നെ അവൻ അഗ്നിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അവൾക്ക് പനിക്കുന്നുണ്ട്, നീ അവളെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചെന്ന് തോന്നുന്നു. പക്ഷേ അഗ്നി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അതുകണ്ട് ഇനി അവനെ ചൊറിഞ്ഞ താനൊരു ഡോക്ടറാണെന്ന് പോലും നോക്കാതെ അവൻ ചുമരിട്ട് വലിച്ചൊട്ടിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ഡോക്ടർ ആരുവിൻ്റെ പൾസ് പരിശോധിച്ചു. അവൻ്റെ മുഖത്ത് പല ഭാവങ്ങളും വന്നു. അവനപ്പോൾ തന്നെ അവൻ കൊണ്ടുവന്ന ബാഗ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് ആരുവിനെ പരിശോധിക്കാൻ തുടങ്ങി. അത് കണ്ട് അഗ്നി ചോദിച്ചു, ഇത് നീ എന്താ ചെയ്യുന്നത്? എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? ഇതൊരു സാധാരണ പനിയായിരിക്കും, അല്ലാതെ അവൾ വലിയ രോഗിയൊന്നുമല്ല നീ ഇങ്ങനെ പരിശോധിക്കാൻ. അവൾക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് വേഗം ജോലി ചെയ്ത് പോവാൻ നോക്ക്. എന്നാൽ അഗ്നിയുടെ വാക്കുകൾ ഡോക്ടർ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം അപ്പോഴും ആരു കണ്ണു തുറക്കുന്നത് നോക്കിയിരിക്കുമായിരുന്നു. ആ നിമിഷം അവളുടെ ഹൃദയമിടിപ്പ് അദ്ദേഹം ശ്രദ്ധിച്ചു. ഏകദേശം 15 മിനിറ്റിന് ശേഷം ഡോക്ടർ ആശ്ചര്യത്തോടെ പറഞ്ഞു, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. അഗ്നിയെ നോക്കി പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി.